കോഴിക്കോട് മദ്യലഹരിയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടി പരിക്കേൽപ്പിച്ചു. മുണ്ടക്കപ്പറമ്പിൽ നിഷയ്ക്കാണ് പരിക്കേറ്റത്. മദ്യലഹരിയിലായിരുന്ന മനോജാണ് ആക്രമണം നടത്തിയതെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിൽഷ ചേരുന്നുണ്ട്. ദിൽഷ, ഇവർ തമ്മിൽ ഇങ്ങനെ നിരന്തരം വഴക്കുകൾ ഉണ്ടാകാറുള്ളതാണോ? ഇപ്പോൾ ഈ ആക്രമണത്തിലേക്ക് നയിച്ചതിന്റെ കാരണം എന്താണ്? ഇന്ന് ഏകദേശം വൈകിട്ട് 3:30 കൂടിയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് മദ്യലഹരിയിലെത്തിയ ഭർത്താവ് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കട്ടിപ്പാറ മുണ്ടക്കപ്പറമ്പിൽ സ്വദേശിയായിട്ടുള്ള നിഷയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഭർത്താവായ മനോജാണ് കത്തികൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. മനോജ് സ്ഥിരമായിട്ട് മദ്യപിച്ച് വന്നിട്ട് നിഷയെ നിരന്തരം ഉപദ്രവിക്കുന്നതായിട്ട് പ്രദേശവാസികളടക്കം പറയുന്നുണ്ട്. നിഷയ്ക്ക് കണ്ണിന് താഴെയും അതുപോലെ തന്നെ കൈക്കും സാരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. നിഷയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഭർത്താവായ മനോജ് തന്നെയാണ് നിഷയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് എത്തിയിട്ട് നിഷയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഷയ്ക്ക് പരാതിയില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി, വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് ദിൽഷ.